അപ്പം നമ്മുടെ ടി വിക്ക് മിനിമം 15 വർഷം ഗ്യാരണ്ടിയാണ് ലൈഫ്. കണ്ടപ്പോൾ തന്നെ എന്താ പറയാ, കണ്ണു തള്ളിപ്പോയെന്ന് പറയാം. കാരണം ഇത്രയും ടി വി ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത്. അപ്പം നമ്മളൊരു ടി വി നിങ്ങൾക്ക് തന്നു. ആ ടി വി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ 7 ദിവസം നിങ്ങൾ ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടി വി റിട്ടേൺ തരാം, നമ്മൾ ക്യാഷ് തിരിച്ചു തരും. മാർക്കറ്റിലുള്ള എല്ലാ ടിവിയും ചൈന ടി വിയാണ്. നമ്മുടെ ടി വി പ്യുവർ ഇന്ത്യൻ ടി വിയാണ്. നമ്മുടെ കയ്യിലുള്ള പഴയ ടി വി നമ്മളെടുത്തിട്ട് നമ്മൾ നിങ്ങൾക്ക് നമ്മളുടെ പുതിയ ടി വി തരും. അതാരും തരാത്ത എക്സ്ചേഞ്ച് ഓഫറുകൾ നിങ്ങൾക്ക് തരാൻ സാധിക്കും. നമ്മള് 3 വർഷം വാറണ്ടി ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അഡീഷണൽ വാറണ്ടി കൊടുക്കും. അപ്പൊ മൊത്തം 2 വർഷം കൊടുക്കും. അപ്പൊ മൊത്തം 5 വർഷമായി. മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഡയറക്ട്ലി ആണ് നിങ്ങളിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നത്. ഇടയ്ക്കുള്ള ഷോറൂമോ കാര്യങ്ങളോ ഒന്നും ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും കൂടുതൽ ലാഭത്തിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് നമ്മുടെ വാങ്ങിക്കുന്ന എല്ലാ കസ്റ്റമറും 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ത്യൻ ടി വി ആണ്, കംപ്ലൈന്റുകളില്ല. മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ടി വി ആണ്. 2 ഏറ്റവും നല്ല ക്ലാരിറ്റിയാണ്. കേരളത്തിൽ നിന്ന് നിങ്ങളൊരു ടി വി വാങ്ങി 7 ദിവസം ഉപയോഗിച്ച് നോക്കി ഇഷ്ടമായില്ല, തിരിച്ചു കൊടുത്താൽ പൈസ കിട്ടുമോ? കിട്ടും. ഇന്നത്തെ വീഡിയോയിലൂടെ അതെങ്ങനെയാണെന്നാണ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതയുള്ളൊരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ ഇതിന് മുന്നേ ഇങ്ങനത്തെ ഒരു വീഡിയോ കണ്ടു കാണില്ല, അങ്ങനെ വേണം പറയാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എത്തി നിൽക്കുന്നത് തൃശ്ശൂരുള്ള CJ സ്മാർട്ടിലാണ്. കഴിഞ്ഞ ഓണ സമയത്ത് എനിക്ക് ഏകദേശം 100-ലധികം കോളുകളാണ് വന്നത്. ഏതാണ് നല്ല ടി വി, ഞങ്ങൾ ഏത് ടി വി വാങ്ങണം, കുറഞ്ഞ ടി വി വാങ്ങിക്കഴിഞ്ഞാൽ സർവീസ് കിട്ടുമോ, അല്ലെങ്കിൽ പൈസ വെറുതെ പോകുമോ എന്ന് ചോദിച്ചു ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചു നല്ലൊരു വീഡിയോ ചെയ്യണമെന്ന് ഈ ഒരു വിഷയത്തെക്കുറിച്ച്. അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്താണ് നമ്മുടെ CJ സ്മാർട്ട്. ഇവരെന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരുപാട് ഓഫറുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന, കേട്ടോ, ഒരുപാട് ഓഫറുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കമ്പനിയാണ്. കൂടാതെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ 32 ഇഞ്ചിൻ്റെ ഒരു ടി വിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ നമുക്ക് വഴിയേ അറിയാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ CJ സ്മാർട്ടിൻ്റെ ഷോറൂമിലാണ്. ഞാൻ ചിരിക്കാനുള്ള കാരണം എന്താണെന്നല്ലേ, നിങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഫുള്ള് തിരക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കി തിരക്ക് മാറുമില്ലെന്ന്, പക്ഷേ മാറുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും വീഡിയോ എടുത്തേക്കാന്ന് ഓർത്തു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ വിഷ്ണു ബ്രോയാണ്, നമ്മുടെ CJ സ്മാർട്ടിൻ്റെ മാനേജർ. ഓക്കെ ബ്രോ, ഹായ്. ഹായ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ പരിചയപ്പെട്ടു. ഇത് വിഷ്ണു, എൻ്റെ പേര് ഗോവിന്ദ്, അറിയാലോ. അപ്പോൾ വിഷ്ണു ബ്രോ ശരിക്കും കണ്ണുകളിൽ പോയി നിൽക്കുവാണ്. അപ്പോൾ ഇത്രയും തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങളുടെ ഷോറൂമിൽ, സത്യം പറയാലോ. അപ്പോൾ ഒരു രക്ഷയില്ല. അപ്പം എന്താണ് നമ്മുടെ ഈ ഒരു CJ സ്മാർട്ട്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാമോ? CJ സ്മാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരാണ് നമ്മുടെ സ്ഥാപനം. ബാംഗ്ലൂരാണ് നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നത്. ആദ്യം തന്നെ പറയാം, ഈ ഒരു ടി വി ഇന്ത്യൻ ബ്രാൻഡാണ്. അതെ, നമ്മുടെ ഓൺ ബ്രാൻഡ്, നമ്മുടെ സ്വന്തം ബ്രാൻഡാണ് ഹ്യൂറിക്സ് ചേംബർ. ഇന്ത്യയിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ടി വിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിച്ച് മേടിക്കാം. ഈ ഒരു ടി വിയിൽ പലതരത്തിലുള്ള പാർട്സും കാര്യങ്ങളും കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് എന്തായാലും ഇലക്ട്രോണിക് പ്രോഡക്റ്റ് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇവരെ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് പാർട്ടാണോ കംപ്ലൈന്റ് ആയത് തപ്പി നടക്കേണ്ട കാര്യം ആവശ്യമില്ല. നമ്മുടെ പ്രൊഡക്റ്റിന്റെ സ്റ്റോക്ക് ഒക്കെ നമ്മുടെ അവൈലബിൾ ആണ്, പാർട്സിന്റെ. അതെ, തീർച്ചയായും. കൂടാതെ തന്നെ ഇവർക്ക് സർവീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ഒരു സെക്ഷനും കാര്യങ്ങളും അതേപോലെ ഗോഡൌണും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. സർവീസ് എന്ന് പറഞ്ഞാൽ പക്കാ സർവീസും കാര്യങ്ങളുമാണ്. നിങ്ങൾ ഏത് ടി വി ആയിക്കോട്ടെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെ കൊണ്ടുവരുവാണെങ്കിൽ സർവീസ് നമുക്ക് പിന്നെ തീർച്ചയായും നമുക്ക് ചെയ്തു തരാം. ഓക്കെ വിഷ്ണു ബ്രോ, ഇതാണല്ലോ നിങ്ങളുടെ ഏറ്റവും വലിയ ടി വി. അപ്പൊ ഇതിന്റെ മുന്നിൽ നിന്ന് നമുക്ക് അവർക്ക് ഒരു ഓഫർ കൊടുത്താലോ? തീർച്ചയായും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത് 32 ഇഞ്ചിന്റെ ടി വി ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നേടുന്നതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളൊരു റീൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട സിമ്പിളാണ്, ആ ഇൻസ്റ്റാഗ്രാം റീൽസിൽ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അതേപോലെ തന്നെ ഇവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കണ്ട ഒരു അഭിപ്രായം, സത്യമായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിലോട്ട് വന്നിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും, അതേപോലെ തന്നെ ആ ഒരു സെയിം കമന്റ് അല്ലാതെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് എന്താണ് അഭിപ്രായം ജെന്യൂനായിട്ട് തോന്നിയത് 2 പ്ലാറ്റ്ഫോമിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും കമന്റ് ചെയ്യുക. ആ കമന്റ് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്തതിനു ശേഷം ഇവരുടെ ബിസിനസ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. 1 മാസത്തിനുള്ളിൽ നമ്മൾ ആ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ കണ്ടല്ലോ, നമ്മൾ ഒരു 32 ഇഞ്ചിന്റെ ടി വി ആണ് ഈ വീഡിയോയിലൂടെ ഗിവ് അവേ തരുന്നത്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അല്ലേ ബ്രോ? അതെ, നമ്മുടെ ഭാഗ്യം പരീക്ഷിച്ചു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അതായത് നിങ്ങൾക്ക് നഷ്ടമാനൊന്നുമില്ല. അതെ, നഷ്ടം എന്താണ്, അവരുടെ വീഡിയോ കാണാം, നമുക്ക് നല്ലൊരു കമന്റ് നമുക്ക് അയച്ചു തരാം, നമ്മൾ സെലക്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് തരുന്നു. ഓക്കെ, അപ്പോൾ ബ്രോ നമ്മള് ഗിവ് അവേ കാര്യങ്ങളൊക്കെ എന്താണെന്ന് പറഞ്ഞു, ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് കിടക്കാം. നമ്മുടെ ടിവിയുടെ എല്ലാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് ചെയ്യുന്നത് നമ്മുടെ ഷോറൂം മാനേജർ ഉണ്ട്, ബാബുചേട്ടനാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബാബുചേട്ടനെ കാണാം. ബാബുചേട്ടാ, അപ്പൊ ഇതാണ് ബാബുചേട്ടൻ. ബാബുചേട്ടാ ആദ്യം തന്നെ പറയാം, ബാബുചേട്ടന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞോട്ടെ, എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? ഞാൻ 32 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. അപ്പം ഏറ്റവും 19 കൊല്ലം
ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, കമ്പനിയിൽ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഓക്കെ, അപ്പൊ അതിന് ചോദിക്കട്ടെ, ആ ഒരു ടിവിയും നമ്മുടെ ടിവിയും ആ ഒരു ടി വി ചൈന ടി വി ആണ്. മാർക്കറ്റിലുള്ള എല്ലാ ടിവിയും ചൈന ടി വി ആണ്. നമ്മുടെ ടി വി പ്യുവർ ഇന്ത്യൻ ടി വി ആണ്. ഇന്ത്യൻ ടി വി ആണ്. 100% ഉറപ്പാണ് അത്. ഓക്കെ, അപ്പം കേട്ടല്ലോ ബാബുചേട്ടൻ, അപ്പം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളത് ബാബുചേട്ടൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ടി വി ആണ്. 100% ഉറപ്പ്. പറഞ്ഞു കൊടുത്തേ. ഒരു പ്രമുഖ കമ്പനിയില് 19 കൊല്ലം ഞാൻ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതിനു മുന്നേ ഒരു 10 വർഷം ഞാൻ വേറെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നുവരെ ഇതേപോലെ ടി വി കണ്ടിട്ടില്ല? ഇല്ല, അത്രയും നല്ല ടി വി ആണ്. കേട്ടല്ലോ. അപ്പൊ ബാബുചേട്ടാ, ഇവിടെ വന്നപ്പോ തന്നെ ഒരുപാട് മറ്റുള്ള ടി വി കമ്പനികൾ നൽകുന്ന ഒരുപാട് ഓഫറുകൾ ഞാൻ കേട്ടു. സർവീസിന്റെ കാര്യത്തിലായാലും ബാക്കിയുള്ള കാര്യത്തിലായാലും. അപ്പൊ ഇനി നമുക്കറിയാനുള്ളത് ഇതിന്റെ ആ ഒരു ക്വാളിറ്റിയാണ്. എത്രത്തോളം ക്വാളിറ്റി നമുക്ക് ഈ ഒരു ടി വി തന്നെ തുടങ്ങാം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് 32 ഇഞ്ച് തുടങ്ങിയാൽ പോരാ, സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങാം. അപ്പൊ ഏതാണ് 32 ഇഞ്ച്? 32 ഇഞ്ച് നമ്മൾ ഹ്യൂറിക്സ്, നമുക്ക് ഞങ്ങളുടെ കമ്പനിയിൽ 2 പേരിലാണ് ടി വി നമ്മൾ ഇറക്കണേ. ഒരെണ്ണം ചേംബർ എന്ന് പറഞ്ഞ പേര്, അടുത്തതാണ് ഹ്യൂറിക്സ് എന്ന് പറഞ്ഞ മോഡൽ. ഹ്യൂറിക്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയം പ്രോഡക്റ്റ് ആണ്. ഇതില് 2 വർഷം റീപ്ലേസ്മെന്റ്, മൊത്തം 3 വർഷം വാറണ്ടി, 2 വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടി. 3-ാമത്തെ വർഷം നമ്മൾ ആ ടി വിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ റിപ്പയർ ചെയ്ത് തരും, മാറ്റി തരില്ല, ശരിയാക്കി തരും. ശരിയാക്കി തരും, വേണ്ട, ശരിയാക്കി തരും. ഇതിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാല് 3 വർഷം വാറണ്ടി. ഇതിന്റെ പാനല് മദർ ബോർഡ് നമ്മുടെ ഓൺ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണ്. ബാംഗ്ലൂർ നമ്മുടെ ഓൺ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണ്. ഇന്ത്യയില് ബാംഗ്ലൂര് നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇവിടെ കൊടുന്ന് നമ്മുടെ ഗോഡൌണിൽ വെച്ച് അവിടുന്ന് ചെക്ക് ചെയ്തിട്ടാണ് ഓരോ പീസും ഷോറൂമിൽ വന്ന് കസ്റ്റമർക്ക് കൊടുക്കുന്നത്. ഇന്ത്യൻ ടി വി ആണ്, ചൈന ടി വി അല്ല നമ്മുടെ. ഇതിന് 15,000 രൂപയാണ് ഇതിന്റെ വില. 15,000 രൂപ ഇതിന്റെ വില. 3 വർഷം വാറണ്ടി. പിന്നെ അടുത്ത സൈസ് നമുക്ക് വരുന്നത് 40 ഇഞ്ചാണ്. ഇതിന് 20,000 രൂപ വരും. നമുക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാം, ഇതിന്റെ ഇഞ്ച് എങ്ങനെയാണ് നടക്കുന്നത് പറഞ്ഞു കൊടുക്കാം. കോർണർ അല്ല, ടിവിയുടെ മാർക്കറ്റിലുള്ള എല്ലാ ടിവിയുടെ ഇഞ്ചും അളക്കുന്നത് കോർണർ ടു കോർണർ ആണ് ടിവിയുടെ സൈസ് അളക്കുക. ബേസിലെ അളവല്ല, കോർണർ ടു കോർണർ ആണ് അളക്കുക. ഇത് ഈ 40 ഇഞ്ചിന്റെ പ്രത്യേകത എന്താ വെച്ചാല് HD ടി വി ആണ്. 2 വോയിസ് കമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അലസ്ക റിമോട്ട് ഉണ്ട്, വോയിസ് കമാൻഡ്. നമ്മൾ യൂട്യൂബ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ എയർ മൗസ് എന്ന് പറഞ്ഞ റിമോട്ടും ഉണ്ടാവും. ഈ 40 ഇഞ്ച് ഹ്യൂറിക്സിന്റെ ഈ മോഡലിന്റെ കൂടെ. ഇതിനും ഹ്യൂറിക്സിന്റെ എല്ലാ മോഡലിനും 3 വർഷം വാറണ്ടി. ഇതിന് 20,000 രൂപ, 3 വർഷം വാറണ്ടി. 12 വാട്ടിന്റെ സ്പീക്കർ ആണ് ഇതില്, ഇൻബിൽറ്റ് സ്പീക്കറാണ് ഇതിലുള്ളത്. അതുകൂടാതെ നമുക്കിപ്പം ഒപ്റ്റിക്കല് അങ്ങനെ സംഭവങ്ങളുണ്ടോ? HDMI അതല്ലാണ്ട് ഇതില് HDMI പോർട്ട് ഉണ്ടാവും, BG പോർട്ട്, USB പോർട്ട് ഉണ്ടാവും, HDMI പോർട്ട് ഉണ്ടാവും, AV പോർട്ട് ഉണ്ടാവും, വോയിസ് കമാൻഡ് ഉണ്ട്, എല്ലാം ഉണ്ട്. സ്റ്റോറേജ് എന്ന് പറയുന്നത് 1 GB റാമും 8 GB റോമും. ഇന്റേണൽ മെമ്മറി 8 GB ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന് 20,000 രൂപ. പിന്നത്തെ വരുന്ന നമുക്ക് വരുന്ന മോഡലാണ് 43 ഇഞ്ച്. 43 ഇഞ്ച് എന്ന് പറയുമ്പോൾ തൊട്ട് നമ്മുടെ ഫ്രെയിംലെസ് ടി വി ആണ് വരിക. ഫ്രെയിംലെസ്. അപ്പൊ നിങ്ങൾ ഈ ഒരു സെക്ഷൻ തൊട്ടാണ് വ്യക്തമായിട്ട് കേൾക്കേണ്ട കാര്യം. അതായത് മറ്റുള്ള ഈ ഒരു ടി വി നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇതിന് വരുമ്പോ ഫ്രെയിം ഉള്ള ടി വി ആണ്. അതായത് ഫ്രെയിം ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗമാണ്, ഈ സൈഡ് കണ്ടില്ലേ? അപ്പൊ ഈ ഒരു ടിവിയിലോട്ട് നിങ്ങൾ വന്നേ. ഈ ടിവിയിൽ വരുമ്പോ നമ്മുടെ ഫുൾ വിഷൻ ഫുള്ള് കാണാം. ഫുൾ സ്ക്രീൻ ആണ്. അതാണ് ഫ്രെയിംലെസ് ടിവിയുടെ ഗുണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഞാൻ പറയാം. ഇതും 1 GB റാമും 8 GB റോമും ഉണ്ട്. പിന്നെ നമുക്ക് ഹെഡ്സെറ്റ് ഓഡിയോയുടെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം, ഒപ്റ്റിക്കലും എല്ലാം ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ ഇത് 43 ഇഞ്ച് ഫുൾ HD ആണോ ചേട്ടാ? ഇത് ഫുൾ HD ആണ്. ഇത് നമ്മൾ 40 ഇഞ്ച് എന്ന് പറയുമ്പോൾ HD ആണ്. അതിന്റെ റെസൊല്യൂഷൻ 1366 ആണ്. ഫുൾ HD റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 1920 ആണ്. അപ്പൊ അതിനേക്കാളും ക്വാളിറ്റി കൂടും. നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇതിന് ഫുൾ HD ആകുമ്പോൾ നമുക്ക് വരുന്നത് 27,000 രൂപ. നമ്മള് 28,500 നമ്മൾ കൊടുത്തിരുന്നത്. ദീപാവലി ഓഫറായിട്ട് നമ്മൾ 27,000 രൂപയ്ക്ക് കൊടുക്കുന്നു. അതിന്റെ കൂടെ നമ്മള് ബ്ലൂടൂത്ത് സ്പീക്കർ ഫ്രീ ഉണ്ടാവും. നമ്മുടെ ഹ്യൂറിക്സിന്റെ എല്ലാ ടിവികൾക്കും KDM എന്ന് പറയുന്ന കമ്പനിയുടെ
ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, സൗണ്ട് ബാർ സ്പീക്കർ, ബ്ലൂടൂത്ത് സ്പീക്കർ ജസ്റ്റ് നമ്മൾ ഇവിടെ താഴെ ഇങ്ങനെ കൊണ്ട് വെച്ചാൽ നമുക്ക് ഒരു സൗണ്ട് ബാർ എന്ന രീതിയിൽ ഉപയോഗിക്കാം. അതാണ് ഇതിലൂടെ നമ്മൾ ഫ്രീ കൊടുക്കുന്നത്. എല്ലാ ടിവിയും ക്യൂറിക്സിന്റെ എല്ലാ മോഡലിനും ഫ്രീ ആണ്. 32 ഇഞ്ച് തൊട്ട്. അതായത് 32 ഇഞ്ച് മുതൽ നിങ്ങൾ ഏത് ടി വി വാങ്ങിയാലും ക്യൂറിക്സിന്റെ വാങ്ങിയാലും നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് ബാർ, ഈ ഒരു മിനി സൗണ്ട് ബാർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അത് 32 ഇഞ്ചിന്റെ വില എന്ന് പറഞ്ഞു കൊടുത്ത് 15,000 രൂപ. 15,000 രൂപട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കുന്നത് ക്യൂറിക്സിന്റെ ടിവിക്ക്. ഓക്കെ, ബാക്കിയുള്ള അത് കഴിഞ്ഞാൽ 43 ഇഞ്ച് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് അത് ഫുൾ HD. 43 തന്നെ നമുക്ക് അൾട്രാ HD എന്ന് പറഞ്ഞ മോഡലുണ്ട്. 43 ഇഞ്ച് അൾട്രാ HD. അൾട്രാ HD എന്ന് പറയുമ്പോൾ ഇതിന്റെ റെസൊല്യൂഷൻ നമ്മൾ പറയുന്നത് 3840 ആണ്. അതാണ് റെസൊല്യൂഷൻ. ഏറ്റവും കൂടിയ റെസൊല്യൂഷൻ ആണ് അൾട്രാ HDയിലെ ഏറ്റവും കൂടുതൽ റെസൊല്യൂഷൻ ആണ്. ഈ അൾട്രാ HDനെ പറഞ്ഞ വേറൊരു പേരാണ് 4K. ഇത് 4K ടി വി ആണ്. അപ്പം നമ്മുടെ ടി വി ഇച്ചിരി വീതി ഉണ്ടല്ലോ, കമ്പനി ടിവികളൊക്കെ ഭയങ്കര സ്ലിം ആണ്, ഇതിന് കുറച്ച് വീതി ഫീൽ ചെയ്യുന്നു. അതെന്താ വെച്ചാൽ അതിന്റെ കാരണം വെച്ചാല് മറ്റുള്ള എല്ലാ ടിവിയും ചൈന ടി വി ആണ്, നമ്മുടെ ഇന്ത്യൻ ടി വി ആണ്. അപ്പൊ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ടി വി അല്പം കനം ഉണ്ടാവും, ഇത്തിരി സൈസിലുണ്ടാവും, വീതി ഉണ്ടാവും. അതിനുള്ള ഗുണം, അതുകൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാല് ഈ LED ടി വി വർക്ക് ചെയ്യുമ്പോൾ ചെറിയ ഹീറ്റ് ഫോം ചെയ്യും. ആ ഹീറ്റ് പോവാനുള്ള ഗ്യാപ്പ് നമുക്ക് അടിയിലുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ടിവിയുടെ പാനലിന്റെ ബാക്കിലൈറ്റ് എന്നൊരു സാധനം ഉണ്ടല്ലോ, അപ്പൊ ആ ഒരു ലൈറ്റിന്റെ വെട്ടത്തിലാണ് നമുക്ക് ഈ ഒരു ടി വി സ്ക്രീനിൽ തെളിഞ്ഞ് കാണുന്നത്. ആ ബാക്ക് ലൈറ്റിലുള്ള ചൂട് ഫോം ചെയ്യുന്നത് പുറത്തേക്ക് പോകാൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകും. നമ്മുടെ ബാക്ക് ലൈറ്റ് കോപ്പറാണ്, നമ്മുടെ കോപ്പറാണ്. മാർക്കറ്റിലുള്ള എല്ലാ ടിവിയിലെ ബാക്ക് ലൈറ്റും അലുമിനിയം ആണ്, നമ്മുടെ കോപ്പറാണ്. അപ്പൊ കോപ്പറിന് ഇച്ചിരി ചൂടിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുള്ളതാണ് കോപ്പർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്പേസ് ഉള്ളത് കൊണ്ട് ഈ ടി വി വരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന ചൂട് ഈ പാനലിലേക്ക് എടുക്കില്ല, മദർ ബോർഡിലേക്ക് എടുക്കില്ല. ക്ലാരിറ്റി നോക്കിയാൽ നിങ്ങൾ ഈ ഒരു കിളിയുടെ ഒരു ലുക്ക് നോക്കി, ക്ലാരിറ്റി കണ്ടോ? ക്ലാരിറ്റി നോക്കിയാൽ അടിപൊളി. അപ്പം നമുക്ക് കൂടുതൽ ലൈഫ്. അതുകൊണ്ട് നമ്മൾ ചൂട് പാനൽ ബോർഡിലേക്ക് മദർ ബോർഡിലേക്ക് എടുക്കാത്തത് കൊണ്ട് ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ടിവിക്ക് ലൈഫ് കൂടും, കൂടുതൽ ലൈഫ്. ചൈന ടിവികൾക്ക് ലൈഫ് കുറെ ഉള്ള കാരണം എന്ന് വെച്ചാൽ ഇത് പാനലും മദർ ബോർഡും വളരെ അടുത്തിരിക്കുമ്പോൾ ഈ ചൂട് ഓട്ടോമാറ്റിക്കായിട്ട് അതുമ്പോൾ തട്ടി പതുക്കെ 2-3 കൊല്ലം കഴിയുമ്പോൾ ലൈൻ വീണ് കംപ്ലൈന്റ് ആയി പോകും. നമ്മുടെ ടി വി മിനിമം 12 കൊല്ലത്തേക്ക് ഒരു കംപ്ലൈന്റ് ഇല്ലാണ്ട് സുഖമായിരുന്നു വർക്ക് ചെയ്യും. അത് ഇന്ത്യൻ ടി വി ആയതുകൊണ്ടാണ്. കാരണം പ്രത്യേകതയുണ്ട്, ഒരു കമ്പനി നമ്മള് 3 വർഷം വാറണ്ടി ഓൾറെഡി കൊടുക്കുന്നുണ്ട്, ഇനി നമ്മൾ അഡീഷണൽ വാറണ്ടി കൊടുക്കും. അപ്പൊ മൊത്തം 2 വർഷം കൊടുക്കും. അപ്പൊ മൊത്തം 5 വർഷമായി. ഈ 5 വർഷം ഒരു ടി വി ഒരു കമ്പനി വാറണ്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ 15 വർഷം ഒരു കംപ്ലൈന്റും ഇല്ലാതെ സെറ്റ് വർക്ക് ചെയ്യുന്ന ആ കമ്പനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ ടി വിക്ക് മിനിമം 15 വർഷം ഗ്യാരണ്ടിയാണ് ലൈഫ്. 15 വർഷം വാറണ്ടി ഉള്ള ടിവിയോ? എന്തോ ചേട്ടാ, അടിപൊളിയാണല്ലോ. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ആ ഒരു പ്രതികരണമൊക്കെ? എങ്ങനെയുണ്ട്? നമുക്ക് കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്ന എല്ലാ കസ്റ്റമറും 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇന്ത്യൻ ടി വി ആണ്, കംപ്ലൈന്റുകളില്ല. മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ടി വി ആണ്. 2 ഏറ്റവും നല്ല ക്ലാരിറ്റിയാണ്. മദർ ബോർഡ് നമ്മുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന മദർ ബോർഡ് ആയതുകൊണ്ട് ലൈഫ് കൂടും, ക്ലാരിറ്റി കൂടും. അപ്പം ടി വി വാങ്ങുന്നവരെല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെ കുറച്ച് മുന്നേ വന്ന ഒരു കസ്റ്റമർ വരെ ഇപ്പൊ സംസാരിച്ചൊരു കാര്യമാണ്, ഇതിന്റെ പാർട്സ് ഒക്കെ നമുക്ക് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ കിട്ടുമെന്ന്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. തൃശ്ശൂർ ഇവരുടെ മെയിൻ ഔട്ട്ലെറ്റ് ആണ്. നിങ്ങൾക്ക് കേരളത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഇവരുടെ സർവീസ് ഉണ്ട്. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബോർഡ് വല്ലതും കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നേരെ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ വെച്ച് തരും. അല്ലെങ്കിൽ അവിടെ ടെക്നീഷ്യൻ ഉണ്ട്, അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ഷിപ്പ് ചെയ്ത് അവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാനലോ ബോർഡോ എന്താണെങ്കിലും അവർ മാറിത്തരുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ഓഫറുകളാണ് നമ്മുടെ CJ സ്മാർട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ ബാബുച്ചേട്ടനാണ്. ബാബുച്ചേട്ട ഒരുപാട് നന്ദിയുണ്ട് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നതിന്. അപ്പോൾ നമുക്കിനി ഇവരുടെ ആ ഒരു ഗോഡൗണും അതേപോലെ ഇവർ അവിടെയാണ് കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. കൂടാതെ തന്നെ സർവീസ്, അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ടെലി കോളിംഗ് സെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ CJ സ്മാർട്ടിൻ്റെ ഗോഡൗണിലാണല്ലേ ബ്രോ? ശരിക്കും കണ്ടപ്പോൾ തന്നെ എന്താ പറയാ, കണ്ണു തള്ളിപ്പോയെന്ന് പറയാം. കാരണം ഇത്രയും TV ആദ്യമായിട്ടാണ് ലൈഫിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ മെയിൻ ഗോഡൗൺ? അതെ, നമ്മുടെ മെയിൻ ഗോഡൗൺ ഇവിടെയാണ്. നമ്മളുടെ യൂണിറ്റ് മാനുഫാക്ചറിംഗ് യൂണിറ്റ് വരുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് തീരുന്നതനുസരിച്ച് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് പ്രൊഡക്റ്റ് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ എനിക്ക് ഇവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പഴയ TV
നിങ്ങൾ എടുത്തിട്ട് നമ്മൾ നിങ്ങൾക്ക് നമ്മളുടെ പുതിയ ടി വി തരും. അത് ആരും തരാത്ത എക്സ്ചേഞ്ച് ഓഫറുകൾ നിങ്ങൾക്ക് തരാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിച്ചില്ല, അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് താഴത്തോട്ട് നോക്കാൻ പറ്റും. അവിടെ ആയിട്ടാണ് അവർ ഈ ടിവികളും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ തന്നെ ഇവരുടെ സർവീസ് സെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രോ നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അതായത് നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടെ ടെക്നീഷ്യൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടെക്നീഷ്യന്മാരാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ കാണാൻ പറ്റും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏത് ബ്രാൻഡിന്റെ ടിവിയാണ് ഇവിടെ? ഏത് ബ്രാൻഡും ചെയ്യും അല്ലേ? നമ്മൾ ഏത് ടിവിയുടെ സർവീസ്, അതായത് ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് ആയിക്കോട്ടെ, ആയിക്കോട്ടെ, ഏത് ബ്രാൻഡുകളിലും ആയിക്കോട്ടെ, നിങ്ങൾ ടി വി കംപ്ലൈന്റ് ആയി പോയി, അപ്പോൾ നിങ്ങൾക്ക് വേറെ എവിടെ തിരക്കിയിട്ടും അത് സർവീസ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളിപ്പോൾ തൃശ്ശൂരുള്ള ആൾക്കാരാണെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മൾ തൃശ്ശൂർ ആമ്പക്കാട് ജംഗ്ഷനിലാണ്. അതായത് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് ഒരു 2 കിലോമീറ്റേഴ്സ് ഉള്ളൂ. ഓക്കെ, KSRTC അവിടെ സെയിം ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. നമ്മളുടെ ടൗൺ തന്നെയാണ്, ടൗൺ ഏരിയ അല്ല, ടൗൺ തന്നെയാണിത്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇവരുടെ ആ ഒരു ലൊക്കേഷൻ. കാര്യം ഞാൻ ഗൂഗിൾ മാപ്പ് ഡിസ്ക്രിപ്ഷൻ ഇട്ടുള്ള ലൊക്കേഷൻ നിങ്ങൾക്ക്. അപ്പോൾ ഇവിടത്തേക്ക് നിങ്ങൾ എത്തിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് കൊണ്ടുപോകാം. അതെ, തീർച്ചയായും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു ടി വി റെഡി ആവാത്തൊരു സാഹചര്യമാണെങ്കിൽ തന്നെ അത് ഇവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ ടി വി എടുത്തോണ്ട് പോകാം. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം. അതായത് ഇവിടുത്തെ ഒരു നോക്കി ഏതൊക്കെയാണ് ബ്രോ ഇരിക്കുന്ന ടിവിസും കാര്യങ്ങളൊക്കെ? ഇത് നമ്മളുടെ ഹ്യൂറിക്സിന്റെ 32 ഇഞ്ച്, അതുപോലെ തന്നെ 40, 43 ആണ് ഈ സൈഡിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. പിന്നെ കണ്ടോ, ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ടി വികൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നത്. സാധാരണ ടി വി ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഒരു ടി വി. അതെ. ഇവിടെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ നമ്മൾക്ക് 65 ഉണ്ട്, അതുപോലെ തന്നെ 55 ഉണ്ട്. ഓക്കെ, ആ സൈഡിലും അതെ, ഇല്ല എല്ലാ ഏരിയയിലും നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളുടെ പ്രൊഡക്റ്റ്. ഇപ്പം ബ്രോ പറഞ്ഞ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ഇപ്പൊ ഈ ഒരു ബൾക്കി ഓർഡർ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം. അതെ. നമ്മളുടെ ഇപ്പോൾ ഒരു ഓണവും ദിവാലിയും എല്ലായിട്ടുള്ള ആ ഒരു ബൾക്ക് ഓർഡർ കഴിഞ്ഞ് നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ നമ്മുടെ സ്റ്റോക്ക് മാക്സിമം സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുകയാണ്. അതെ, നമ്മൾക്കിപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് എല്ലാം നമ്മൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് തരാൻ നമുക്ക് സാധിക്കും. ട്രാക്ക് ഓൺ ആയിട്ട് നമ്മൾ ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നല്ല വെൽ പാക്ഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് നമുക്ക് ഡെലിവറി ചെയ്ത് നിങ്ങളുടെ ഡോർ ഡെലിവറി. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ആദ്യം പറഞ്ഞത്. അതെ. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ടി വി നിങ്ങൾക്ക് തന്നു, ആ ടി വി നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ 7 ദിവസം നിങ്ങൾ ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ടി വി റിട്ടേൺ തരാം, ഞങ്ങൾ ക്യാഷ് തിരിച്ചു തരും. അത് നല്ലൊരു കിടിലം പരിപാടിയാണ് കേട്ടോ, ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല. കൂടാതെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ബ്രാൻഡിന്റെ ടി വി എടുക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതിന്റെ സർവീസ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം നിങ്ങൾ ഇവരുടെ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ ടി വിക്ക് എന്തെങ്കിലും ഇലക്ട്രോണിക് പ്രൊഡക്റ്റ് ആണ്, ഇവരാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബാംഗ്ലൂരാണ് മാനുഫാക്ചർ. ഏത് പാർട്ടും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരും. പാർട്സും നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവരുടെ അടുത്ത് കൊണ്ടുവരുവാണെങ്കിൽ. അതാണ് നമ്മുടെ CJ സ്മാർട്ടിലെ ടിവികളുടെ പ്രത്യേകത. അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോഴൊക്കെ ഇവിടെ ഒരുപാട് ടിവികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അകത്തേക്ക് ഞങ്ങൾ കയറി കാണില്ല, കാരണം ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് കൂടാതെ ഏതൊക്കെ ബ്രാൻഡ്സിന്റെയാണ് ചെയ്യുന്നത്? നമ്മൾക്ക് ആകെ നമ്മുടെ 2 ബ്രാൻഡേ ഉള്ളൂ. ഇത് നമ്മളുടെ സ്വന്തം ബ്രാൻഡാണ്, അതായത് ചേംബർ, അതുപോലെ തന്നെ ഹ്യൂറിക്സ്. പിന്നെ നമ്മൾക്ക് 32 ഇഞ്ച് നമുക്ക് വിഷൻ പ്ലസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡും ഉണ്ട്. അത് LED ടിവികൾ മാത്രമുള്ള ഒരു ബ്രാൻഡുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചേംബറും ഹ്യൂറിക്സുമാണ് നമ്മളുടെ മെയിൻ ബ്രാൻഡ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമായിരിക്കും സർവീസിങ് എങ്ങനെയാണെന്നുള്ളത്, അല്ലേ? കാണിച്ചു കൊടുത്താലോ? തീർച്ചയായും. അപ്പോൾ നേരെ ഇങ്ങോട്ട് നോക്കിയോ, ഇതാണ് നമ്മുടെ സർവീസിങ് സെക്ഷൻ. അതെ. അപ്പോൾ നമ്മുടെ സർവീസിലെ ഹെഡാണ്. ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു? സന്തോഷ് എന്നാണ് ചേട്ടന്റെ പേര്. അപ്പോൾ ചേട്ടൻ വർക്കിലാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല, കാരണം നല്ല സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ജോലിയാണ്. തീർച്ചയായും. ഇതിപ്പം സർവീസ് ചെയ്ത് നമ്മുടെ ബ്രാൻഡ് ടി വി തന്നെയാണ്? അല്ലല്ല, നമുക്ക് എക്സ്ചേഞ്ചിന് നമുക്ക് ടിവികൾ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ സർവീസിനും ടിവികൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ എടുത്തൊരു ടി വിയാണ്, അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. അതായത് ഇപ്പം നമ്മളൊരു ടി വി വാങ്ങി അതിന്റെ സർവീസിങ് ടൈം ആകുമ്പോൾ നമ്മളൊരു സർവീസ് സെന്ററിലോട്ട് വിളിക്കും. എനിക്ക് അനുഭവം, ഞാൻ സർവീസ് സെന്ററിൽ വിളിച്ചാൽ അവിടെ ആദ്യം എടുക്കുന്ന ഹിന്ദിക്കാരാണ്. മനസ്സിലായി. അപ്പം ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. അപ്പം വേറെ ഭാഷ കൈകാര്യം ചെയ്യാൻ അറിയാൻ മേലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളുടെ ഇവിടെ ഒരു 10 നമ്പേഴ്സോളം കോൾ സെന്റർ സ്റ്റാഫ്സ്, കംപ്ലീറ്റ്ലി മലയാളം മാത്രം സംസാരിക്കുന്ന സ്റ്റാഫ്സ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എവിടെ നിന്ന് വിളിച്ചാലും അതെ ഇവരാണ് നമ്മളുടെ ഒരു ടീം, ഇവരാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഭാഷയുടെ കാര്യത്തിൽ പേടിക്കണ്ട, നോ പ്രോബ്ലം. ഏത് ഭാഷകളും ഇവർ കൈകാര്യം ചെയ്യും. തീർച്ചയായും. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് എല്ലാ രീതിയിലും നിങ്ങൾ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മുടെ CJ സ്മാർട്ടിന്റെ എല്ലാ കാര്യങ്ങളും കണ്ടു. അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ CJ സ്മാർട്ടിന്റെ ഓണറിനെയാണ്. ജിൻഡോ, സാറിന്റെ പേര് ജിൻഡോ എന്നാണ്.
അപ്പോൾ സാറേ കേരളത്തിൽ നിന്നല്ല ഞാൻ ശരിക്കും ഇത്രയധികം ഓഫറുകളുള്ള ഒരു ടി വി ഞാൻ സത്യത്തിൽ കേട്ടിട്ടില്ല, ഇന്നുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം എങ്ങനെയാണ് ഇത്ര നല്ല ഓഫറുകൾ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുന്നത്? നമ്മുടെ ഇതിലത്തെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ അസംബ്ലിങ് ചെയ്യുന്നു. അതെ, ഒന്ന് ഇന്ത്യൻ ബ്രാൻഡാണ്. രണ്ട്, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ ഡീലേഴ്സിനോ കൊടുക്കല്ല ചെയ്യണേ, നമ്മൾ ഡയറക്റ്റ് ഇവിടെ സെയിൽ ചെയ്യുക ചെയ്യണേ. അപ്പൊ നമ്മൾ ആ ഇടയിലുള്ള ആൾക്കാരുകളുടെ ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റ് നമ്മൾ കസ്റ്റമർക്ക് ഡിസ്കൗണ്ട് ഡയറക്ട്ലി കമ്പനിയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഡയറക്ട്ലി ആണ് നിങ്ങളിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നത്. ഇടയ്ക്കുള്ള ഷോറൂമോ കാര്യങ്ങളോ ഒന്നും ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രയും കൂടുതൽ ലാഭത്തിൽ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങാൻ സാധിക്കും. അതാണ് നമ്മുടെ ഈ ഒരു ഏജൻസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഓക്കെ ഓക്കെ. അതെ. പിന്നെ സാറേ, നിങ്ങൾ ഇപ്പം നമ്മുടെ തൃശ്ശൂർ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ നിങ്ങൾ ഓരോ ജില്ലയിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ലോങ്ങിൽ നിന്നൊക്കെ ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, ട്രിവാൻഡ്രത്തുനിന്നും കണ്ണൂരിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഡിസ്ട്രിബ്യൂട്ടർ കോൺസെപ്റ്റ് അല്ല, സ്റ്റോക്കിംഗ് പോയിന്റ് കോൺസെപ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ ഒരു എന്ന് വെച്ചാൽ നമുക്കിപ്പോ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു കസ്റ്റമർ വിളിക്കണം, ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ വരെ വന്ന് നമ്മുടെ ഇവിടെ വന്നൊരു ടി വി വാങ്ങാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ ഒരു ദിവസം 1.5 ദിവസം ഇതിനു വേണ്ടി ഒരു സ്പെൻഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതാത് ഏരിയയിൽ അതാത് ജില്ലയില് ഓരോ സ്റ്റോക്കിംഗ് പോയിന്റ്സ് അത് നമ്മൾ ഫ്രാഞ്ചൈസി കൊടുക്കണം. അപ്പൊ നമ്മൾ അവിടെ 25 lakhs സ്റ്റോക്ക് എടുക്കുന്ന സ്റ്റോക്കിംഗ് പോയിന്റ് എടുക്കുന്ന ഫ്രാഞ്ചൈസി ഹോൾഡർ വെക്കണം. ഒരു 1000 square feet സ്പേസും വേണം. അപ്പം 1000 square feet സ്പേസും 25 lakhs ഒരു സ്റ്റോക്കും നിങ്ങൾ എടുത്തിരിക്കണം. അതാണ് നമ്മുടെ ഒരു നിബന്ധന. അതെ, അവര് സെയിൽ ചെയ്യണ്ട, അവര് മാർക്കറ്റിങ്ങോ സെയിലോ ഒന്നും ചെയ്യണ്ട. നമുക്ക് ഇവിടെ വരുന്ന കോൾസ് നമ്മൾ അവർക്ക് ഡൈവേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മുടെ കസ്റ്റമർ അവിടെ പോയിട്ട് അവരുടെ സ്റ്റോക്കിംഗ് പോയിന്റിൽ നിന്ന് പർച്ചേസ് ചെയ്ത് പോവാം. അതായത് അപ്പം ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്ക് ഒരു പണിയില്ല, ജസ്റ്റ് ഒരു അതൊന്ന് ഗാർഡ് ചെയ്ത് സെക്യൂരിറ്റി. അതെ, അവിടെ ഒരു 3-4 സ്റ്റാഫ് അവർക്ക് വേണം, കാട്ടി കൊടുക്കാനൊക്കെ 3-4 സ്റ്റാഫും കാര്യങ്ങളും കാണണം, അത്രേ ഉള്ളൂ. വേറെ ഭയങ്കര നമ്മള് വലിയൊരു ഫർണിഷ്ഡ് ഷോറൂം ഒന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. ബിസിനസ് കൺവേർഷൻ നമ്മൾ ചെയ്തു കൊടുക്കും. അതൊരു നല്ല ഐഡിയ ആണ്. അതെ. അപ്പൊ എന്താ വെച്ചാൽ അവർക്ക് വേറെ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഒരു ജില്ല മുഴുവൻ അവർക്ക് കൊടുക്കും. ആലപ്പുഴ ജില്ല മുഴുവൻ കൊടുക്കും. കൊല്ലാണെങ്കിൽ കൊല്ലം ജില്ല മുഴുവൻ കൊടുക്കും. നമ്മളപ്പോ ഓരോ ജില്ലയിലും ഓരോ ഫ്രാഞ്ചൈസി ഒറ്റ ആളെ നോക്കുന്നുള്ളൂ. ഓരോ ജില്ലയിലും ഒരു ഫ്രാഞ്ചൈസി. അപ്പൊ നമ്മൾ 14 സ്ഥലത്തും തൃശ്ശൂർ ഓൾറെഡി ഉണ്ട്. തൃശ്ശൂരുണ്ട്. 13 ജില്ലകൾ. അതെ. അപ്പൊ മലപ്പുറം ആണെങ്കിൽ മലപ്പുറത്ത് ഒരാള്. അപ്പൊ ആ മലപ്പുറത്ത് അല്ലെങ്കിൽ ആ ജില്ലയിൽ വരുന്ന ഏത് കോളും ആ സ്പോട്ടിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്തു. അപ്പം നല്ല രീതിയിൽ കൺവേർഷൻ നടക്കും. അപ്പൊ അതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അത് വാല്യൂ ഫോർ മണി ആയിരിക്കും. അതെ. ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കാത്തിരിക്കണ്ട സെയിൽ നമുക്ക് ഇങ്ങോട്ട് തന്നെ ഞങ്ങളുടെ ടെലികോളിംഗ് ഗ്രൂപ്പിൽ കോള് വരുന്നുണ്ട്. അത് നമ്മൾ നേരെ കസ്റ്റമറെ അവരുടെ ഡെപ്പോയിലേക്ക് നമ്മൾ വിടും. നമുക്കിത് വിജയിപ്പിക്കാൻ പറ്റിയത് എന്താ വെച്ചാൽ സർവീസ് നമ്മൾ കൊടുക്കണം. നമുക്ക് എന്ത് ചെറിയ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആളെ വിട്ടിട്ട് അത് നോക്കി അത് അപ്പം തന്നെ റെക്ടിഫൈ ചെയ്യുക, അല്ലെങ്കിൽ എന്താ കാര്യം എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ചെയ്യും. സർവീസ് സപ്പോർട്ടാണ് നമ്മൾ ശരിക്കും കൊടുക്കണേ. അതെ, അത് മലയാളികൾ വെച്ച്. അതെ, സർവീസ് സപ്പോർട്ട് അതാണ് മെയിൻലി. വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ടിവികൾ വന്നിട്ട് അവര് നിർത്തി പോണ്ടി വന്നു സർവീസ് സപ്പോർട്ട് കൊടുക്കാൻ പറ്റാണ്ട്. അപ്പൊ നമ്മൾ സർവീസ് സപ്പോർട്ട് കൊടുക്കണേ, പക്കാ സർവീസ്. അതെ. ഇത് ഇനി ഓരോ ജില്ലയിലും കൂടി വന്നാൽ അത് സ്പ്രെഡ് ആവും. ഇതിപ്പോ ജസ്റ്റ് നമ്മളിങ്ങനെ 1 year ആയല്ലേ സാർ എസ്റ്റാബ്ലിഷ് ആയി? 1 year ആയി. ഇനിയിപ്പോ അങ്ങോട്ട് ഫുൾ കേരളം ഫുള്ള് നമ്മുടെ ഈ ഒരു CJ സ്മാർട്ടിന്റെ ഫുൾ അവൈലബിലിറ്റി ഉണ്ടായിരുന്നു. അതെ. അത് മാത്രമല്ല തൃശ്ശൂര് ഒരു ഷോറൂമും ഒരു ഇതും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഇത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയത്. അടിപൊളി. അതെ. അപ്പൊ സാറേ, താങ്ക് യു. എനിക്കൊരു ഇവിടെ വീഡിയോ എടുക്കാൻ ഒരു അവസരം തന്നതിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ സാധിച്ചു. വളരെ താങ്ക് യു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ CJ സ്മാർട്ടിലെ വിശേഷങ്ങൾ. ഇവര് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളെന്നോ ശരിക്കും ഞാൻ അന്തം വിട്ട് നിൽക്കുകയാണ്. ഒരു രക്ഷയില്ലെന്ന് ഒരു രക്ഷയില്ല. മലയാളികൾക്ക് വേണ്ടി ഒരു TV നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് പറയാം. തീർച്ചയായും. അപ്പം കേരളത്തിലുള്ളവർക്ക് നിങ്ങൾക്ക് ഇനിയിപ്പം TV മേടിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയവും വേണ്ട. അതായത് ഫുൾ സപ്പോർട്ടോടെ നമ്മുടെ CJ സ്മാർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാണ്. അപ്പോൾ തൃശ്ശൂരാണ് ഇവരുടെ മെയിൻ സ്ഥലം. നിങ്ങൾക്ക് TV ഏത് കേരളത്തിന് എവിടെ വേണോ ആയിക്കോട്ടെ, കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാം, ഇൻക്ലൂഡിംഗ് കോയമ്പത്തൂർ വരെ നമുക്ക് ഡെലിവറി ചെയ്യാം. അപ്പൊ നിങ്ങളുടെ സർവീസ് അവിടെ ഉണ്ടല്ലോ? തീർച്ചയായും. നമ്മൾ ഓരോ ജില്ലയിലും സർവീസ് സെന്റേഴ്സ് ഉണ്ടല്ലോ. നമ്മളൊരു ടെക്നീഷ്യന്മാരായിട്ട് നമുക്ക് ബിസിനസ് ടൈപ്പ് ഉണ്ട്. ഓക്കെ. അപ്പൊ എവിടെ നിങ്ങൾക്ക് സർവീസ് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇവർ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇപ്പൊ തിരുവനന്തപുരത്തുള്ളതാണെങ്കിൽ മേടിക്കുന്നെങ്കിൽ അത് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് അയക്കണമെന്ന്. വേണ്ട, തീർച്ചയായും വേണ്ട.
നിങ്ങൾ പറയുന്ന ലൊക്കേഷനിലേക്ക് നമ്മൾ സർവീസിന് ആളെ വിടുന്നതായിരിക്കും. അപ്പൊ കേട്ടല്ലോ, നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ കേട്ടല്ലോ, നമ്മുടെ വിഷ്ണു ബ്രോ പറഞ്ഞല്ലോ ഇത്രയും സർവീസുകൾ നമ്മുടെ CJ സ്മാർട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് ഇൻക്ലൂഡിംഗ് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ, കൂടാതെ തന്നെ ഇവരുടെ ആ ഒരു ഫോൺ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി TV വാങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട, നേരെ CJ സ്മാർട്ടിനെ വിളിക്കാം. സപ്പോർട്ട് കൊടുക്കണം, എല്ലാ സപ്പോർട്ടും കൊടുത്തിരിക്കും. നമ്മളെ വിശ്വസിച്ചാണ്. തീർച്ചയായും നമ്മൾ ഇവിടെ തൃശ്ശൂർ ആമ്പക്കാട് ജംഗ്ഷനിലാണ്. ഇവിടെ തൃശ്ശൂർ ജംഗ്ഷനിൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉള്ളൂ. ഏതാണ് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡും. പ്രോപ്പർ തൃശ്ശൂർ ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ സ്ഥാപനം. അപ്പോൾ 100% യാതൊരു ടെൻഷനും അടിക്കണ്ട. അതാണ്. അപ്പം ഞാൻ അങ്ങനെയുള്ളവരെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമെന്ന് അറിയാലോ. അപ്പം 100% ഇവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം, നിങ്ങൾക്ക് TV വാങ്ങാം. അതേപോലെ തന്നെ നമ്മുടെ ഗിവവേയുടെ കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മൾ വീഡിയോയുടെ ആദ്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം നിങ്ങളെ കാത്തിരിക്കുന്നത് പറഞ്ഞു കൊടുക്കുക 32 ഇഞ്ചിന്റെ ഒരു ഫ്രെയിംലെസ് LED TV ആണ് നമ്മൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത്. ഏകദേശം 8000 രൂപയോളം അതിന് വില വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മിസ് ചെയ്യരുത്. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും ശ്രീ ഗോവിന്ദ് ആൻഡ് വിഷ്ണു ബ്രോ സൈനിങ് ഔട്ട്. താങ്ക് യു.